പിന്നെ ഇതൊരു ദേവദാസ സങ്കല്പല്ലേ? ഈ കഥയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇതെങ്ങനെ സെറ്റാക്കുക? സെറ്റപ്പാക്കി തരാ. അതിന് കുറച്ച് സമയം എടുക്കും. ആദ്യം നിങ്ങളൊരു പെണ്ണിനെ കണ്ടുപിടിക്കണം. അവക്ക് നിങ്ങളെ ഇഷ്ടപ്പെടണം. എന്നാലേ കല്യാണം നടക്കും. അപ്പൊ നമുക്ക് ഇഷ്ടമായ കൊണ്ട് കാര്യമില്ല. കറക്റ്റ്. വല്ല ഷോർട്ട് കട്ട് പരിപാടി ഉണ്ടാ? ഞാനല്ലേ ഉള്ളത്. ഒരെണ്ണം കൂടി അടിക്കട്ടെ. देखो ഇന്നു മുതല് ശശി മാമൻ. ठीक है? ഞങ്ങൾ ശശി മാമൻ എന്ന് വിളിച്ചോട്ടെ. വിത്ത് റെസ്പെക്ട്. അച്ഛന്ന് വിളിക്കുന്നത് അത്രേ ഉള്ളൂ. സെന്റ് അടിച്ചിട്ടുണ്ടാ? ഇല്ല. അത്ര ഡിയോ ഡിയോ. ഇമാതിരി വൃത്തിയായിട്ട് വേണമെന്ന് കൊടുത്ത പെണ്ണുങ്ങൾക്ക് ഇഷ്ടമല്ല കേട്ടാ. सॉरी सर, हेलो अच्छा है, ये ट्राई करके देखो, ये अलग फील है. ठीक है. ഒരു തൈലം പുരട്ടി തരും. നല്ല കുളിർമയുള്ള തൈലം. ഹോ, അതൊരു അനുഭൂതിയാണ്. ഈ കുളിർമാനുഭൂതിയൊക്കെ എന്താ? എനിക്കറിയില്ല. പക്ഷെ ഡിയോ വെച്ചൊരു പാട്ടുണ്ട്. ഡിയോ ഡിയോ ഡിസക്ക് 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 ഡിയോ ഡിയോ ഡിസക്ക് ഡിസക്ക്. ഓ പൊള്ളിയല്ലേ? പൊള്ളി പോയി. അല്ല, ഉള്ളിര്. കുളിര്. നല്ല കാര്യമുണ്ടാ പൊന്നുമോനെ കൊടുക്കാനായിട്ട് വലിക്കാനൊക്കെ? जी आपको चाहिए? നെയ്ച്ചായി അതാണ് പറയണത്. രാത്രി മാഞ്ഞു പോയി ഞാൻ രക്തസാക്ഷിയാ. ये क्या है? इसका नाम नमकीन रूबिका है। नमकीन रूबिका. आपका नाम? मेरा नाम ममता। ममता कुलकर्णी? नहीं, थोड़ा देगा ना? ये हम अपनी दुकान लेके जा रहे हैं। मेरे को दे दो. दे दो. कितना पैसा है? 2 रुपया। हाँ. घर के दर है तुम्हारे पास? पैसा नहीं है मेरे पास अभी. 2 रुपया दे दो. अभी अभी पर्स नहीं. एन्ना भाषण है. ओके. आपको चाहिए? खाओ. नहीं. खाओ. खाओ यार. ये अच्छा है. ये कैसे बनाया? इसको हमने प्यार से बनाते हैं. प्यार से? हाँ, इसको धूप में सुखा के, हाँ. मसाला छिड़क के, हाँ. उसमें रस मिला के इसको बहुत प्यार से बनाते हैं। अच्छा अच्छा. लेकिन पैसा नहीं है मेरे पास. हाँ? नेक्स्ट टाइम देगा. ओके. आपका बस कदम कदम पदबुक है ना? ओके जाओ. मैं नेक्स्ट टाइम देगा. हाँ. तो जाऊं? हाँ जाओ. ठीक है. ओके. സ്ഥലം വേണമെങ്കിൽ നീ കുറച്ച് മേടിച്ചോട്ടെ. അത്രയ്ക്ക് വീഡിയോ എടുക്കുന്നുണ്ട് ഇവിടെ. ഒരു കാര്യമില്ല. അത് പോയിന്റ് കുറച്ച് ഓവറാ. വീടൊക്കെ വെച്ച് ഫ്രഷ് കാണാൻ. അയ്യേ അയ്യെന്നാ ഭയങ്കര ഡിമാൻഡാണ് മാനിപ്പോ ഇവിടെ. ആൾക്കാർ ഇതിപ്പോ കണ്ടെടുത്തോണ്ട് വന്നോക്കും അല്ലേ? എന്നോട് ഉപ്പൊക്കെ ആയിട്ട് പോണ പിന്നെ വിൽക്കാനായിരിക്കില്ലല്ലോ കാട്ടില്. ഓ ഭയങ്കര ചൂട്. കുളിക്കാൻ പോയാലോ? ഞാൻ കുളിക്കാൻ ചൂടെടുത്തിട്ടടി 2 ദിവസമായിട്ട് കുളിച്ചിട്ടൊന്നുണ്ടായിരുന്നില്ലല്ലോ. എന്നാ നീ വാ, നമുക്ക് കുളിക്കാം. ഞാൻ അല്ലെങ്കിലും വരും. വാ നടക്ക്, കുളിക്കണ്ടേ? നീ വരണോ? അടിപൊളി സ്ഥലല്ലേ ശരിക്കും. ചിക്കനും പൊരിക്കാം. ചെറിയൊരു വഴിയെന്നേ പോരാ. ഇതെങ്ങോട്ട് ഓർഡർ? ഡാ क्या बोलती तू? क्या मैं बोलूं? ശവം. എടാ ജോബ് പണി തുടങ്ങിയടാ. എടാ ഞാൻ വരുന്നതിന് മുമ്പ് അവൻ കയറി പരിപാടി തുടങ്ങിയടാ. ചെല്ലു കമ്പനി കൊടുക്ക്. ഇനിയിപ്പോ ഞാൻ എന്തിനാ ഇറങ്ങണം? ചെല്ലി എപ്പോഴാ എത്തി ഇവിടെ? ഓ അവന്റെ ഒരു ഭാഗ്യം. എന്ത് പരിപാടി എന്നെ കൊണ്ടോ? അതെന്തോ ആ തലക്കേണ്ട അവരുടെ അവർക്ക് കൊടുക്ക്. കുളി മുടങ്ങിയപ്പോ നിനക്ക് സമാധാനമല്ലോ. ആ സോപ്പട്ടിന്റെയാണോ? സോപ്പട്ടി അവരെ ഞാൻ കൊടുത്തോളാം. തണുക്കുന്നില്ല. അത്ര കണപ്പുണ്ടോ? ഇതെവിടെ പോണു? എവിടെ പോണു? എനിക്ക് കുറച്ച് പരിപാടി. എന്ത് പരിപാടി? പരിപാടി ഇല്ലില്ല. എടാ വെള്ളടിക്കണം. എടാ
തണുപ്പ് മാറ്റണ്ടേ? പരിപാടിക്കോട്ട് വരട്ടെ. ആ അതാ നടക്കില്ല, ഞാൻ പോട്ടെ. എടാ പറഞ്ഞു കൊടുക്കടാ. ഓ എടാ വന്നേടി. ഉമ്മാ. റം ഏതാ വിസ്കി ഏതാന്ന് അറിയാൻ പാടില്ലാത്തവരാ ഇവന്മാര്. മലയാളിക്ക് അപമാനമുള്ള ദൈവമേ. വിസ്കി ഇപ്പൊ ഇവന്മാർ അടിക്കേണ്ട കാര്യമില്ല. അയ്യോ നിങ്ങൾ കയറണല്ലോ, പോകുമ്പോ കൊണ്ടുപോവാം. ആറിനടിച്ചപ്പോഴേക്കും ഫിറ്റായില്ല. Cheers. ഇവിടെയുള്ള ആൾക്കാരൊക്കെ പകലാണ് വെള്ളോടി. അതെന്താ അവർക്ക് പണിക്ക് പോണ്ടേ? അതാണ് മെയിൻ പണി. കുടിച്ചോ, ഊതി ഊതി കുടിച്ചോ. ആൾക്കാർ കട്ടൻ ചായ എന്ന് കരുതിക്കോട്ടെ. अरे शाम, ये पीने के लिए तुम लोग इधर आया क्या? ये लो, ये तो ज्यादा मजा आएगा. ബ്രോ ഗോഡ് ബ്ലസ് യു ബ്രോ. हाँ. നിയമലംഘനം ഉണ്ടോ? ഡാ, അത് കൊള്ളാം. ए बाय बाय. अब ऊपर बैठो. नहीं शाम, हम लोग इधर ऐसे ही बैठता है. ഊതി കുടിക്കട്ടാ. ഞാനും കൂടി നോക്കടാ. ഒരു പഫാടാ. അതെ, ഒരു പെയിന്റിംഗ് കാണിച്ചു തരാം. ഇതെങ്ങനെയുണ്ട്? ഇവളെന്താടാ വാങ്ങിച്ചത്? അമേസിംഗ്. 2 ബുൾസ് അടിച്ചു വെച്ചോണ്ട് ഇങ്ങനെ കാണിച്ച്. പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്നു, ഒരു കല്ല് ചൂടായിരിക്കുന്നു, 2 ബുൾസ് ഇട്ട് വെച്ചിരിക്കുന്നു, സാധനം റെഡി ആയിരിക്കുന്നു. അത് മറിച്ചിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കഴിക്കും. അതാണ് സംഭവം. ആണോ? ഒന്ന് പോടാ. ഇയാള് ഡാർക്കാണല്ലോ. അതെ, എന്റെ നിങ്ങൾക്ക് പൊന്ന് ഈ ചായക്കടയും ഭക്ഷണത്തിന്റെ പരിപാടി മാത്രമേ അറിയുള്ളൂ. വേറൊന്നും അറിയില്ലേ? വേറൊരു ചിന്തയില്ലേ? ഫുഡാണ് വലുത്, ഭക്ഷണമാണ് വലുത്. ജീവിതത്തിലെ ഫുഡ് മാത്രമല്ല വേറെ പല കാര്യങ്ങളും ഉണ്ട്. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തെ? നിനക്ക് പടം വരെയല്ലാതെ വേറെ വല്ലതും അറിയോ? ഇവരെന്നാടാ എനിക്കറിയാലോ. എന്താ നിങ്ങൾക്ക് ഫുഡ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും അറിയാമോ? ബുൾസേ ചുട്ടുതരാൻ പറ്റിയുണ്ടോ എനിക്ക്? അല്ലെ ചൂടാ സമ്മതിച്ചോ? നിങ്ങളോട് ആരാ പറഞ്ഞേ? നിങ്ങൾ മാത്രമല്ലേ പറയുന്നുള്ളൂ, ഇവരാരും പറയുന്നില്ലല്ലോ. അതെ, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് കലാബോധം വേണം, കുറച്ച് ഭാവന വേണം. കാര്യമില്ല അടി. കേട്ടോ, മനസ്സിലാക്കി വെച്ചിരുന്ന കൊള്ളാം. കലാബോധം ഇല്ലാത്തവൻ ഖജറാവ് കാണാൻ വന്നേക്കോ. മലരമ്പൻ തഴുകുന്ന കിളിമകളെ. അതെ, നിങ്ങൾ ഭയങ്കര ഡാർക്ക് ആക്കി. ബാഡ് ബാഡ്. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാത്ത എന്താണ്? അവക്ക് കഴിവില്ലെങ്കിൽ ഞാനത് പറയണ്ടേ അവളോട്? ദേടാ, ഇതാണ് ഹേമാവതി, ഇവിടുത്തെ ഗ്രാമപ്രമുഖ് ചന്ദ്രവർമ്മ രഘുവംശിയുടെ മകൾ. അതിലും നല്ലത് ഹരിചന്ദ്ര രഘുവംശിയുടെ പെങ്ങൾ എന്ന് പറഞ്ഞിരിക്കും. അവരൊക്കെ ആരാ? ओ जी, हरिचंद्र रघुवंशी इधर का ग्राम प्रधान. वो बहुत खतरा है जी. ഈ പേര് നിനക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ഹരി 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 മുരളീനോ? പറ്റുന്നില്ലല്ലോ. സാധനം നല്ലതാ. അതായത് ഈ ഹരിചന്ദ്രൻ രഘുവംശി ഇല്ലേ, അയാളാണ് ഈ ഗജരാഹുവിന്റെ അപ്പുറത്ത് ഒരു ലോകം ഉണ്ടെന്ന് കണ്ടേക്കണ ഏക ആൾ. ഈ നാട്ടുകാരുടെ അവസാന വാക്ക്. വലിയ ഭൂസ്വത്തിനുടമ എന്ന് പറഞ്ഞാ ഇവിടുത്തെ മംഗലശ്ശേരി നീലകണ്ഠൻ. ആ, നമ്മള് നല്ലതാണെങ്കിൽ. ഒരു കാര്യമില്ല. അല്ലെങ്കിൽ മുണ്ടക്കൽ ശേഖരൻ. പക്ഷേ ഉണ്ടല്ല, ആളെ ഒന്ന് കാണണം. എന്തിന്? വെറുതെ ഒന്ന് കണ്ടോ, തോക്കൊക്കെ ഉണ്ട്. അതിപ്പോ പോലീസുകാരുടെ ഇല്ലേ? ഒട്ടുമില്ല. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഹേമാവതിയുടെ ആങ്ങള ഹരിചന്ദ്ര രഘുവംശി, തോക്കൊക്കെ ഉള്ള ആള് ഇതാണ്. എന്റെ അളിയൻ. भैया आ गया? मैं अभी आई. भैया എടാ, നിനക്ക് ഇവിടെ തന്നെ വേണോ? കൊള്ളാം. ഈ മുതലിനെ കണ്ടിട്ടേ നിന്റെയൊക്കെ ഹണിമൂൺ കലക്കും. ആര് കിടക്കും? സംശയം ഉണ്ടോ വംശി? ബ്രോ, ഏ? എനിക്കൂടെ ആ, കൈ തേക്കാനല്ലേ? ഇതെന്താ JCB കയ്യാ? ഇങ്ങനെ തോണ്ടണം എന്തിനാണ്? എല്ലായിടത്തും ആവണ്ടേ? അതിന് കുളിച്ചാ മതി. കുളിച്ച മണം കിട്ടില്ലല്ലോ. അല്ല, അവിടെ ആരുമില്ല. ആ, ആ. അല്ല, അവള് വന്നാലോ? അവര് നിന്നെ കൊന്നാലോ? ഡാർക്ക്. ചായ. അല്ല, അവനുള്ളില് വിമലൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഏഞ്ചൽ, ഏ, അപ്പച്ചനിപ്പോ എങ്ങനെയുണ്ട്? അപ്പച്ചന്
കുഴപ്പമില്ല, ഓക്കെയാണ്. ഹോസ്പിറ്റലൊന്ന് മാറ്റി വെക്കാൻ പാടില്ലായിരുന്നു? അതിന്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നില്ല. അല്ല, നിന്റെ തന്തേനെ ഊളംപാറയിലേക്ക് ആക്കിയിരുന്നെങ്കിൽ അയാളുടെ പ്രാന്തിന് കുറവുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ തലക്ക് വെളിവില്ലാണ്ടാവല്ലേ, അയാൾക്ക് പ്രാന്തായി. വരുന്നു മച്ചാനെ. എങ്ങോട്ടാ ഗായ്സ് രാത്രി എങ്ങോട്ടാണ്? എന്ത് സീനുണ്ടെന്ന് തോന്നും അല്ലേ? എടേ അറിയാല ഇവനിവിടെ കാണാറുണ്ടോ? ഞാൻ ട്രിപ്പിന് വന്ന് അന്ന് കണ്ടതാ, പിന്നെ കണ്ടിട്ടേ ഇല്ല ഇവനെ. ശരി, അവൻ എക്സ്പ്ലോർ ചെയ്യട്ടെ. രാത്രിയും പകലും ആരെടുത്താ പോണത്? ഡാഡാ, മോനെ സൂര്യ, നീ എങ്ങോട്ടാ? എങ്ങോട്ടാന്ന്? വെള്ളം എടുക്കാൻ, അല്ലാതെ കൊടർത്ത് എങ്ങോട്ട് പോവാനാ? ഡാ, ഞാൻ വെള്ളം നിറച്ചു വെച്ചാണല്ലോ. നോക്ക്, ഇതിലൊരു തുള്ളി വെള്ളമില്ലല്ലോ. വെള്ളം ഇല്ലേ? ഉത്തരവാദിത്വം വേണ്ടേ? ഞാൻ അവിടെ വെച്ചു. यहाँ से पानी भरना मना है। अबे समझा नहीं? जाओ यहाँ से। भैया छोड़ दो, छोड़ दो। ठीक है। हेमावती, आपका नाम क्या है? हेमावती। അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ. ഹായ്, ചുള്ളനായിണ്ടല്ലോ. ആണാ? ലീല, എങ്ങനെയുണ്ട് എന്റെ ബ്യൂട്ടിഫുൾ നൈൽസ്? ലീല നിന്റെ അച്ചാമ്മ. നീയായിരുന്ന? ഡാ, ഒരു കുടത്തിലെ വെള്ളം ഇവിടെ. അപ്പൊ ആ കൊടുത്തില്ലയോ? അതല്ലേ ഇത്. ഇതൊന്നുമല്ല, ആ രഘുവംശിയുടെ പെങ്ങളെ കാണാനുള്ള ഇവന്റെ നമ്പർ അല്ലേ? എടാ, അയാളുടെ ഡബിൾ ബാരൽ ഗണ്ണിലെ ഉണ്ട നിന്റെ നെഞ്ചിലിരിക്കും. എന്നാലേ ആ വെടിയുണ്ട് ഞാൻ നെഞ്ചത്ത് വാങ്ങും. അപ്പൊ നിന്റെ ശവപ്പെട്ടി ഞങ്ങൾ തോളത്ത് വാങ്ങും. Keep it up. थैंक यू। आप मंदिर आ रहे हैं क्या? अभी नहीं, आपका भाई किधर है? दुकान पे। अच्छा। आपको ये फूल किधर से मिलता है? घर से। അതേതാ പെൺകുട്ടി? അതെ, മിഥുൻ കല്യാണം കഴിക്കാൻ പോണ കുട്ടിയാ. आइए मंदिर चलिए। जी। 2 ദിവസം കഴിഞ്ഞാ ഇവരുടെ കല്യാണ. അതൊരു ആഘോഷമാണ്. ഡാ, നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് വരാം. ഒന്ന് വാട, പരിചയപ്പെട്ടിട്ട് വരാം. കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയല്ലേ, വാ പരിചയപ്പെടാന്ന്. ആ വന്നില്ലെങ്കിൽ വേണ്ട, നമുക്ക് പോവാം. താല്പര്യമില്ല? എനിക്ക് ഈ കല്യാണം കഴിച്ച മണ്ടന്മാരെയും കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന മണ്ടന്മാരെ ഇഷ്ടമല്ല. അതെന്താ? അതെന്താന്ന് കല്യാണം കഴിച്ചാലേ മനസ്സിലാവുള്ളൂ. ശരിയാണ്ടാ. ആ, താനിക്ക് അറിഞ്ഞോടോ, ഇതൊക്കെ വലിയ പാടാ.